കുറവേ എടുക്കും കുഞ്ഞോ. ചിലപ്പോൾ എരിവായാലും ഉമ്മാനെ പറയില്ലേ. നല്ല കപ്പയും എടുത്ത് കഴിക്കാൻ മക്കളെ. ഉമ്മ ചായ തരാം. അതാ മോനെ വെള്ളം ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഉമ്മ. എൻ്റെ മോൻ പിടിക്കുന്ന ഭക്ഷണം താഴെ വയ്ക്കും. എൻ്റെ മോൻ എന്താ വേണ്ടേ? ഇല അധിയാ. എനിക്ക് വയ്യ ആട്ടി ആട്ടി കുഴങ്ങി വയ്യാണ്ടായി കയ്യൊക്കെ വേദന. ഇത് സുഹറാബിത്തയാണ് കേട്ടോ. ആളൊരു സംഭവമാണ്. ഇവിടുന്ന് ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്പോട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ദിലീപ് ഏട്ടൻ്റെ വിനോദയാത്ര എന്നുള്ള സിനിമയൊക്കെ കണ്ടുപോലുണ്ടോ. അതേപോലെ ഉണ്ണി മുകുന്ദൻ്റെയും ഒരുപാട് സിനിമയൊക്കെ ഏതൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നെല്ലിയാമ്പതിയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി. ഞങ്ങൾ അവിടെ ഒരു വീഡിയോ എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു കടയും ഇത്താനെയും ഒക്കെ കണ്ടത്. ഇത്താന്നല്ല ഉമ്മാന്ന് വേണം വിളിക്കാൻ. ഉമ്മാൻ്റെ മക്കൾക്ക് എന്താ വേണ്ടത്, ഉമ്മാൻ്റെ മക്കൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മളോട് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിച്ചു കേട്ടോ. ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ഉമ്മ അതെടുക്കട്ടെ, ഉമ്മ ഇതെടുക്കട്ടെ എന്നിട്ട് ഉമ്മാൻ്റെ പ്രസൻറ്റേഷൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. നമ്മൾ സ്വന്തം ഉമ്മ എന്നുള്ളൊരു കണക്കാക്കൽ ഇവിടെ വരുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് കേട്ടോ. 40 വർഷമായി ഈ കട ഇവിടെ കണ്ടില്ലേ നിങ്ങൾ. റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു മതിലിനോട് ചാരിയിട്ട് നല്ല രസമുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്കത് എൻജോയബിൾ ആണെന്ന് അറിയില്ല കേട്ടോ. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. നല്ല കപ്പയും പൊരിച്ച മീനും മുട്ട പുഴുങ്ങിയതും ചായയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നെല്ലിയാമ്പതിയൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ സൈഡാക്കിയിട്ട് ഉമ്മാനോട് പലതും വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉള്ളതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരിചയമാണ്. ഇങ്ങനൊരു കട നെല്ലിയാമ്പതി പോകുന്ന റൂട്ടിൽ വേറെ ഇല്ല. ഈ ഒരു വൈബ് കൊണ്ട് തന്നെയായിരിക്കും ഇവിടുന്ന് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നല്ല രസമില്ലേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നെല്ലിയാമ്പതി പോയവരുണ്ടാവും. നമ്മുടെ നെന്മാറ ഒക്കെ കഴിഞ്ഞിട്ട് ചുരമൊക്കെ കയറിയിട്ട് വേണം നെല്ലിയാമ്പതി എത്താൻ കേട്ടോ. നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മൾ വയനാട് എന്നൊക്കെ പറയാൻ പോലെ ചുരമൊക്കെ കയറിയിട്ടുള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി കേട്ടോ. ഒരിക്കൽ ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റുകൾ അങ്ങനെയൊക്കെ പോകാറുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ നെല്ലിയാമ്പതി പോയാൽ ചുരുക്കാമെന്ന് തോന്നുന്നു. ഊട്ടി മൈസൂരൊക്കെ പോകുന്ന പോലെ അങ്ങ് പോകാറില്ല. പക്ഷെ നല്ലൊരു പ്ലേസാണ് ഇവിടെ കേട്ടോ. പോകാൻ പറ്റിയ നല്ല നേച്ചുറൽ ബ്യൂട്ടി. സൂപ്പർ. ഇവിടെ എത്ര മണി വരെ അമ്മ? 6 മണിക്ക് വരും. എത്ര മണി വരെ? 3:30. 6 മണിക്ക് ഇവിടെ ചായ ഒക്കെ ആളുണ്ടാവുക? 6 മണിക്കൊന്നും ചായ ആവില്ല. 7 മണിയാവും ചായ. വന്ന് അടുപ്പ് കത്തിച്ച് ഒക്കെ വിറകില്ല. ഇതൊക്കെ ഇവിടെ വെക്കുവാ? അടുപ്പ് മൂടി കത്തിക്കുന്ന ഇവിടെ തന്നെ വെച്ച് പോവാ? പിന്നെ അവിടെ അത് അടുപ്പൊക്കെ വീട്ടിൽ കൊണ്ടുപോകില്ലേ? അല്ലല്ല, പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യോ? പാത്രങ്ങളൊക്കെ ആ കടയിൽ ഈ കടയിലൊക്കെ വെക്കുമോ? അവിടെ വെക്കോ? എന്നാ അടിപൊളി കച്ചവടം ഉണ്ടാകട്ടെ അല്ലേ. നെല്ലിയാമ്പതി വരുന്ന ഇതുവരെ എത്തിയില്ലേ. 40 വർഷം അല്ലേ. 40 വർഷമായിട്ട് ഉമ്മ നടത്തുന്ന കടയാട്ടോ ഇത്. നിങ്ങള് അല്ലേ? അതെ, വാപ്പയും ഉണ്ടായിരുന്നു. വാപ്പ മരണപ്പെട്ടു പോയാണ്. അത്രയും വർഷമായിട്ട് ഇവിടെ നടത്തുന്ന കടയാ. നല്ല രസമുണ്ട് അല്ലേ. ഈ കല്ലിന്റെ എല്ലാം കളറ് പെയിന്റ് അടിച്ച് ഞങ്ങളാ കറുപ്പ്. അത് തന്നെ ഉദ്ദേശിച്ച. പേരെന്താ? എന്റെ പേര് സുഹറാബി. സുഹറാബി അടിപൊളി പേരാ. അപ്പാന്റെ സലീം അല്ലേ. നല്ല മുറുക്കാൻ തോന്നല്ലോ. ചെറിയൊരു പ്രസവിച്ചിട്ട് മുറുക്കാൻ തുടങ്ങി. 27 വർഷമായി. 27 വർഷമായി മുറുക്കുന്നത്. ഉമ്മാന്റെ ജനിച്ച നാടൊക്കെ പോത്തോണ്ടി തന്നെ. പോത്തോണ്ടി അല്ലേ. ബാപ്പ ആലത്തൂരുകാരൻ, ഉമ്മ വടക്കഞ്ചേരിക്കാരൻ. ആ വരെ നിങ്ങളെ വാപ്പയാ? നിങ്ങളെ വാപ്പയായിട്ട് തുടങ്ങിയതാ ഇത്? ആ, നിങ്ങളെ വാപ്പയായിട്ട് തുടങ്ങി. പിന്നെ നിങ്ങളെ ഭർത്താവ് ഏറ്റെടുത്ത് അല്ലേ.
മൂപ്പര വാപ്പയും ഉമ്മയായിട്ട് തുടങ്ങിയ കച്ചവടമാണ് കേട്ടോ ഇത്. ഉമ്മാൻ്റെ ടൂർ ഏറ്റെടുത്ത് ഒരു ഭർത്താവായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ. അപ്പോൾ നെല്ലിയാമ്പതി വരുന്ന പോലെയല്ലോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാം കേട്ടോ. ഓക്കെ, ഉപ്പിലിട്ടതും നല്ല അടിപൊളി പൂളയും മീൻ പൊരിച്ചും ഒക്കെ ഉണ്ട്. അത് തിന്നുക അല്ലേ. നെല്ലിയാമ്പതി ഇതാ ബാക്കിലൊക്കെ നാച്ചുറൽ ബ്യൂട്ടി. ഓഫ്, ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ കേട്ടോ ഇവിടെ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഞങ്ങൾ തിന്നോ. 2 പൈനാപ്പിൾ 130. കണ്ട, ഇനി എന്ത് വേണം? ഇനി ഒന്നും വേണ്ട, ഞങ്ങൾ പോവാ. 130 അല്ലേ അപ്പളേ പറഞ്ഞത്? അപ്പളേക്ക് മറന്നു. എന്നാ ഏയ് ഈ കുട്ടി എന്നെ എടുത്തിട്ട് നിൽക്കണി. എനിക്ക് ഭ്രാന്താകാൻ തോന്നി. ചെറുതായിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വിളിക്കാൻ പടത്തില് ഉമ്മ ചില്ലറക്കാരല്ല. വിനോദയാത്ര ഏതൊക്കെ സിനിമ നോക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങക്കോ? എനിക്കല്ല, എന്റെ മകന്. ഞാൻ നമ്പർ തരാം. എനിക്ക് വിത്തോട്ട് കഴിച്ചാ. ഓ മൊബൈലിൽ കണ്ടപ്പോ പെട്ടെന്ന് അല്ല, ഉമ്മ നിസാരല്ലാന്നറിയാം. ഉമ്മ ഫിലിം ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന എവിടുന്ന്. ഞങ്ങൾ നെല്ലിയാമ്പതി ഒരു വീഡിയോ എല്ലാരും ഇവിടുന്ന് വീഡിയോ എടുത്തിക്കില്ല. സിനിമ വിനോദയാത്ര അല്ലേ. ശരി ശരി ശരി. മുട്ട എടുത്തോ. അപ്പൊ ഉമ്മാന്റെ വിചാരം ഞാൻ സിനിമ നടന്നാന്നാണ് കേട്ടോ. അവിടുന്ന് നമ്മളെ വീഡിയോ കാണുന്ന ഒരാളെ ഇരിക്കാൻ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ വിചാരിച്ച് സിനിമ നടന്നാന്നാണ്. ഇൻഷാ അല്ലാ ഉമ്മ ഭയങ്കര സംഭവമാണ് കേട്ടോ. വിനോദയാത്ര സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തത് അവിടുന്ന്. ഞാൻ ഫുള്ള് വൈറലാ മോനെ എന്ന് പറഞ്ഞുതരാൻ മനസ്സിലായ. മോനെ എന്ന് വിളിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇല്ലേ, കഴിക്കും മോനെ എന്നുള്ള മറ്റു ഓരോ സാധനം തരുന്നു. മാഷാ അല്ലാ. പിന്നെ വിനോദയാത്ര മുകുന്ദൻ്റെ ഏതോ സിനിമ അങ്ങനെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്ന നല്ല രസമുണ്ട്. ഷൂട്ടിംഗ് നടക്കാണ്ടിരിക്കൂല, അത്രയും വൈബ് സ്ഥലമല്ലേ. അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരുത്തരെ കാണുക അല്ലെ. വെറുതെ ഒരു ചായടിക്ക് ഇറങ്ങി ഉമ്മാനെ പരിചയപ്പെട്ടു. വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, ഇവിടെ വന്നവരുണ്ട് എന്ന് കമന്റ് ചെയ്യട്ടാ.